ഹായ് ഗൈസ്, ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതിലാദ്യത്തെ കാര്യം, നമ്മൾ മെയിൻ ബാലൻസ് അല്ല ഇതിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പകരം പ്രോഫിറ്റ് പെർ ഹെയർ എന്നുള്ള മുകൾ ഭാഗത്ത് നിങ്ങൾ കാണുന്ന കാര്യമുണ്ടല്ലോ, അതാണ് കൂടുതലായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതനുസരിച്ചാണ് എയർ ഡ്രോപ്പ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന മൈൻ എന്നുള്ള ഭാഗത്ത് ചെന്നാൽ ഒരുപാട് പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ എയർ ഡ്രോപ്പ് സാധ്യത കൂടുതലാവും, കൂടുതൽ എയർ ഡ്രോപ്പ് ലഭിക്കും. ഇത് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ച കാര്യമാണ്. ഒരു കാര്യം, എയർ ഡ്രോപ്പ് ലഭിക്കുന്നതിന് വേണ്ടി താഴെ എയർ ഡ്രോപ്പ് എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ കണക്റ്റ് ടോൺ വാലറ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടോൺ വാലറ്റുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് അക്കൗണ്ട് കണക്റ്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ടോൺ കീപ്പർ വാലറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാമിൻ്റെ ഓൺ വാലറ്റോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇന്നത്തെ ഡെയിലി സൈഫറിൽ NFT എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഹോം പേജിൽ വരിക, ഏൺ പെർ ടാപ്പ് എന്നുള്ള മുകൾ ഭാഗത്തുള്ള ഐക്കണിൽ ഒരു ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേർഡ് എഴുതാനുള്ള വിൻഡോ മുകൾ ഭാഗത്ത് തുറന്നു വന്നിട്ടുണ്ടാവും. ഇന്നത്തെ ഡെയിലി സഫറിൽ ഫസ്റ്റ് ലെറ്റർ N ആണ്. N ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലോങ് ടാപ്പും ഒരു സിംഗിൾ ടാപ്പും ചെയ്യുക. അടുത്തതായിട്ട് F ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. F ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി 2 സിംഗിൾ ടാപ്പും ഒരു ലോങ് ടാപ്പും ഒരു സിംഗിൾ ടാപ്പും ടൈപ്പ് ചെയ്യുക. അടുത്തതായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് T ആണ്. T ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. T ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടാപ്പിംഗ് വിൻഡോയിൽ ഒരു ലോങ് ടാപ്പ് ചെയ്യുക. സോ 1 മില്യൺ കോയിൻസ് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളും അത് കളക്ട് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.